ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലുള്ള പേരാമ്പ്രയ്ക്കടുത്ത് കടിയങ്ങാട് തണൽ എന്ന സ്ഥാപനം സന്ദർശിക്കാൻ പേരാമ്പ്ര ദിയാഗോൾഡിലുള്ള മാനേജ്മെൻറ്റും സ്റ്റാഫും അടങ്ങുന്ന കുറച്ചാളുകൾ പോവുകയാണ്. സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും കരുതലിൻ്റെയും സ്ഥാപനമായ തണൽ സന്ദർശിക്കാൻ എനിക്കും ഒരവസരം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇതാ 11:30 ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് ഉമ്മളെ മക്കളെ പീടിക എന്നൊരു ബോർഡിൻ്റെ അടുത്ത് വണ്ടി നിർത്തി. തണൽ കരുണ അതിൻ്റെ എൻട്രൻസ് ആണിത്. ഇവിടുന്ന് ഞങ്ങൾ നേരെ ചെല്ലുന്നത് ഓഫീസിലേക്കാണ്. ഓഫീസ് സ്റ്റാഫ് നമ്മളെ പ്രിൻസിപ്പളെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ നമുക്ക് പ്രസൻറ്റായിട്ട് വേണ്ടി 7 പ്രോജക്ട്സാണ് വേണ്ടത്. ഒന്ന് സ്പെഷ്യൽ സ്കൂള്, ഇയർലി ഇൻഫർമേഷൻ സെൻറ്റർ, വൊക്കേഷണൽ സെൻറ്റർ, റെസിഡൻഷ്യൽ സെൻറ്റർ, ഡയാലിസിസ്, സൈക്കാട്രിക് കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ, പിന്നെ അതുകൂടാതെ ന്യൂറോ ഡിസോർഡർ, ഫിസിയോ, അതൊക്കെ ആദ്യം 7 പ്രോജക്റ്റാണ്. ഈ ന്യൂറോയും സൈക്കാട്രിക്കും നമ്മൾ ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതുകൂടാണ്ട് റെസിഡൻഷ്യൽ പ്രോജക്റ്റും നമ്മൾ ഈ വർഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് നിങ്ങൾ വിസിറ്റ് ചെയ്തായിരുന്നു. സാധാരണ നോർമൽ സ്കൂളിൽ LP, UP, ഹൈസ്കൂൾ പോലെ ഇതിലേക്ക് വരുമ്പോൾ പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷൻ 17 വയസ്സ് വരെയുള്ള കുട്ടികളാണ് നമ്മൾ സ്കൂളിൽ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ എന്ന് പറഞ്ഞാൽ അവർക്ക് എഡ്യൂക്കേഷൻ, കോഗ്നിറ്റീവായിട്ട് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിന് സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് അവർക്ക് തെറാപ്പിയും കൂടി പോകുന്നുണ്ട്. കാരണം ഈ തെറാപ്പിയും ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷനും എല്ലാം കൂടി കിട്ടിയാൽ മാത്രമാണ് കുട്ടികൾ നമുക്ക് ഒരു പരിധി വരെ ഇൻഡിപെൻഡൻ്റ് ആക്കാൻ പറ്റുന്നത്. നമുക്ക് ഏതൊരു കണ്ടീഷനാണ് ഈ ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ, അപ്പോൾ നമുക്കത് എത്രത്തോളം ട്രെയിൻ ചെയ്ത് എത്രത്തോളം കുട്ടിയെ ഇൻഡിപെൻഡൻ്റ് ആക്കുക, അതാണ് നമ്മുടെ ഗോൾ, അതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നമുക്ക് ഈ ഡിസബിലിറ്റിയിൽ തന്നെ നമുക്ക് പല ലെവലുണ്ട്. ഞാൻ തെറാപ്പിയുടെ സെക്ഷനിൽ നമുക്ക് ഫിസിയോ ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സ്പീച്ച് ഉണ്ട്, ഒക്യുപേഷൻ തെറാപ്പി ഉണ്ട്. ഇത് 4 വേണ്ട കുട്ടികൾക്ക് നമ്മൾ 4 കൊടുത്ത് ആ ഒരു ട്രെയിനിങ്ങിലാണ് പോകുന്നത്. അത് ആ രീതിയിലാണ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നത്. ഈ തെറാപ്പി സെൻറ്ററിൽ തന്നെ നമ്മൾ ഔട്ട് പേഷ്യൻസും ഉണ്ട്. സ്കൂളിൽ വരുന്ന കുട്ടികളല്ലാണ്ട് പുറത്തുനിന്ന് വന്ന ഡെവലപ്മെൻറ്റിൻ്റെ സംസാരിക്കാൻ സ്പീച്ചിലില്ലാകുന്ന കുട്ടികൾ, അങ്ങനത്തെ അവർക്ക് നമ്മൾ സർവീസ് കൊടുക്കുന്നത്. ആ 40 മിനിറ്റ്സാണ് സർവീസ്. അപ്പോൾ നമ്മൾ ഈ സർവീസ് പോകുമ്പോൾ വേറെ ഒരു പുറത്തൊരു സ്ഥലത്ത് നമ്മൾ തെറാപ്പി ഇതെല്ലാം കൂടി തെറാപ്പിക്ക് ഒരു സെക്ഷൻ 40 മിനിറ്റാണ്. സെക്ഷന് ചാർജ് ചെയ്യുന്ന 500 രൂപയാണ് മിനിമം ചാർജ് ചെയ്യുന്നത്. നമ്മളിവിടെ 50 രൂപ ചാർജ് ചെയ്യുന്നത്. നമ്മൾ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മുടെ അമ്മയ്ക്കാണ്, നമ്മുടെ കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറാണ്. പ്രിൻസിപ്പളെ സംസാരത്തിന് ശേഷം കമ്മിറ്റി എക്സിക്യൂട്ടീവ് മെമ്പറായ അമ്മദ് ഖാനെ പരിചയപ്പെട്ടു. പിന്നെ ദിയാഗോൾഡിൻ്റെ വക ചെറിയൊരു സംഭാവന ജലീൽക്ക് അമ്മദ് ഖായ്ക്ക് കൈമാറി. അതിനുശേഷം ഞങ്ങൾ ഓഫീസ് സ്റ്റാഫുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. കുട്ടികൾ മുകളിലാണ് കേട്ടോ, മുകളിൽ അവിടുന്ന് കുറച്ചും കൂടി മുകളിലോട്ട് കയറിപ്പോണം. അവരുടെ സ്കൂൾ അവിടെയാണ്. 200 കുട്ടികളോളം ഇവിടെ പഠിക്കുന്നുണ്ട്. ശാരീരികവും മാനസികവുമായി വൈകല്യമുള്ള കുട്ടികളാണ് ഇവർ. ഇവരെ കാണാൻ നമുക്ക് മേലോട്ട് പോകാം, പക്ഷേ ഇവരുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവരുടെ പേരൻസ് കാണുമ്പോൾ അവർക്ക് ഫീലാവുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വീഡിയോ ഒന്നും എടുക്കരുതെന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളത് ഒരു കയറ്റം കയറി, കുത്തനെ ഒരു കയറ്റമാണ്. ഞങ്ങൾ മുകളിൽ അവരുടെ ക്ലാസ് റൂമിലേക്ക് പോവുകയാണ്. ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഓരോ ക്ലാസ് റൂമും കയറി ഞങ്ങൾ മുകളിലത്തെ നിലയിലേക്ക് പോവുകയാണ്. കുട്ടികളെയൊക്കെ കണ്ടു. ഒരുപാട് കഴിവുകളുള്ള കുട്ടികളുണ്ട്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളുമുണ്ട്. നല്ല വരയ്ക്കാൻ കഴിവുള്ളവർ, പാട്ട് പാടാൻ കഴിവുള്ളവർ, ഇതൊക്കെ അവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള സ്ഥലങ്ങളാണ്. ഏറ്റവും മുകളിലായിട്ട് 4ാമത്തെ നിലയിൽ ടെറസിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തതാണിത്. അവർക്ക് ഇവിടെ ഒരുപാട് സൗകര്യങ്ങൾ, കാരണം പാട്ട് പാടാനും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നെ ഒരു കുട്ടി ഞങ്ങൾക്ക് പാട്ട് പാടി തന്നു. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കണമെന്നും നിങ്ങളെ കാണിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം നല്ല എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പാടിയിരിക്കുന്നതെന്നറിയോ. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞുകൊണ്ടാണ്. മാത്രമല്ല, നമ്മളിങ്ങോട്ട് കയറി വന്നപ്പം താഴെ ഒരു പീടിക കണ്ടിരുന്നു. അവിടെ വിൽക്കുന്ന സോപ്പ് പൊടി, പെനോയിൽ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെയുള്ള കുട്ടികൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അവിടെ വിൽക്കുന്നത്. അതായത് അവരവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഒരു സ്വയം പര്യാപ്തതയായിട്ട് ചെയ്യാൻ ഇവരിവിടെ പരിശീലിപ്പിക്കുന്നുണ്ട്. പ്രത്യേക ട്രെയിൻ ചെയ്തെടുക്കുന്നതാണ് കുട്ടികളെ. അതിനുശേഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴോട്ട് പോയി. നെയ്ച്ചോറും ചിക്കനും ആയിരുന്നു ഭക്ഷണം. ഞങ്ങൾ ആ മക്കളുടെ അടുത്ത് പോയിരുന്ന് ഭക്ഷണം കഴിച്ചു. സ്വന്തം വാരി തിന്നാൻ പോലും പറ്റാത്ത മക്കൾ അവിടെ ഇരിപ്പുണ്ട്. ശരിക്കും അവിടെയുള്ള സ്റ്റാഫും ടീച്ചേഴ്സൊക്കെയാണ് കുട്ടികൾക്ക് വാരി കൊടുക്കുന്നത്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വേദന തോന്നി. കാരണം നമ്മുടെ മക്കളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഇതുപോലുള്ള സ്ഥാപനങ്ങളൊക്കെ നമ്മൾ മക്കളെയും കൂട്ടി ഇടയ്ക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ചെറുപ്പം മുതലേ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയൊരു ചാരിറ്റി ചെയ്യാനൊക്കെയുള്ളൊരു സ്വയം ഒരു തോന്നലുകൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനല്ലേ പറ്റുള്ളൂ. നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ്. ഞങ്ങൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങി
ഞങ്ങൾക്ക് ഷോപ്പിലേക്ക് വരേണ്ടതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല. എടുത്ത വീഡിയോ ഞാനിവിടെ പോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.